ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. അതിനായിട്ട് ഞാനൊരു ഇത്രയും 6 മാങ്ങയും ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയതും ഒരു 5-8 പച്ചമുളകും 2-3 വെളുത്തുള്ളി, ഒരു 2 ചെറിയ ഉള്ളി, അത് ചിലവർ ഇടാറില്ല, ഞാനിടും കേട്ടോ, ചെറിയ ജീരകം, ഒരു ഇച്ചിരി കുരുമുളക്, കുറച്ച് വേപ്പില. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരണം. പച്ചമുളക് ഞാൻ കീറിയാണ് ഇടുന്നത് കേട്ടോ, അരക്കുന്നില്ല. പിന്നെ ഉള്ളത് മഞ്ഞൾ പൊടിയാണ്. പിന്നെ നമുക്കതിന് കുറച്ച് ഞാൻ ശർക്കര ഇടാറുണ്ട് ചിലവർ, ഞാൻ പഞ്ചസാര ഇടുന്നത് കേട്ടോ. അതിന് ഉപ്പ് വേണം, ലാസ്റ്റ് കുറച്ച് നെയ്യ് ഇടണം, നെയ്യും ചേർക്കും ഞാൻ. കുറച്ച് കായപ്പൊടിയും വേണം. തൈര് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുവാണേ. എന്നിട്ട് നമുക്ക് ഇത് ഇത് നമുക്ക് താളിക്കാനായിട്ട്, താളിപ്പിന് വേണ്ടിയിട്ട് മുളകും വേപ്പിലയും 2 ഉള്ളിയും കുറച്ച് കായപ്പൊടിയൊക്കെ ഉണ്ട്. അത് അവസാനം ഇടാനാണേ. കായപ്പൊടി ഞാൻ കുറച്ച് വെന്തതിന് ശേഷം ചേർക്കുകയുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. പിന്നെ നമ്മൾ തേങ്ങ അരക്കുന്നു. ഈ മാങ്ങ നമ്മളൊന്ന് വേവിക്കാൻ വെക്കണം. അതിനായിട്ട് നമുക്ക് ചട്ടി എടുക്കണം. ചട്ടി കൽച്ചട്ടിയിൽ, ഈ മൺചട്ടി, അതിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമുക്ക് ആ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ ആ മാങ്ങയുണ്ടല്ലോ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ട് മാങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടപ്പത്ത് വയ്ക്കണം. അതിനായിട്ട് അതിന് ശേഷം നമ്മളത് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞതിന് ശേഷം ആ മാങ്ങയുടെ ഇതൊന്ന് ഇറങ്ങണം. പഴുത്തിരിക്കണല്ലേ, അപ്പോൾ ആ മധുരവും കാര്യങ്ങളൊക്കെ ഇറങ്ങും നന്നായിട്ട്. അത് വെന്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരക്കാം. നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് തേങ്ങ, അത് നമ്മളിപ്പോൾ ചിലവർക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കാം. ഞാനൊരു തേങ്ങയുടെ പകുതിയാണ് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് ആ തേങ്ങയും ജീരകവും വെളുത്തുള്ളി വേപ്പിലയും ഒക്കെ കൂടി അരച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് പച്ചച്ചോവ ഒന്ന് മാറണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കയ്യിലുകൊണ്ട് നമ്മൾ ഇളക്കണം, സ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇൻ കേസ് എങ്ങാനും പിരിഞ്ഞായാലോ എന്നോർത്ത് ഇളക്കി പതുക്കെ അധികം വലിയ ഫ്ലെയിമൊന്നും വെക്കണ്ട. ഒരു സെമിയിലൊക്കെ വെച്ച് നമ്മൾ പതുക്കെ ചെയ്യണം. അവസാനം ഇത് തിളച്ച് ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർക്കാം. നെയ്യ് ഇടണം കേട്ടോ, കുറച്ച് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്തു. എന്നിട്ട് ഇളക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കണ്ടിട്ട് എനിക്ക് കമൻസ് അയക്കണം. നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻസൊക്കെ നിങ്ങൾ ഇടണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. താളിപ്പ് ഞാനവിടെ വെച്ചിട്ടുണ്ട്. തൈര് ഇട്ടിട്ടില്ല കേട്ടോ. തൈര് നമ്മൾ അവസാനം ചേർക്കുന്നുള്ളൂ. കത്തിച്ച് പഞ്ചസാര ഇടണം ലാസ്റ്റ്. ചിലവർ ശർക്കര ഇടും, ശർക്കര ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ കളറ് പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. ഈ യെല്ലോ കറി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം ആയിട്ട് ഇരിക്കട്ടെ.